ഞാൻ ഇന്നൊരു പാനൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന SSR ഡയറക്റ്റ് ആയിട്ട് ആ പാനൽ ബോർഡിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. നമ്മൾ സാധാരണയായിട്ട് SSR ഉപയോഗിക്കുമ്പോൾ ഹീറ്റർ അങ്ങനത്തെ ആപ്ലിക്കേഷൻ ലോഡ് കൂടിയ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ സാധാരണയായിട്ട് ഈ SSR ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതുപോലെ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെറ്റാലിക് പ്ലേറ്റ് ആണ് ഇതിന്റെ ബാക്ക് സൈഡിൽ കാണുന്നത്. അപ്പോൾ സാധാരണ നിങ്ങൾ സിംഗിൾ ടൈപ്പ് SSR ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കാണുന്ന രീതിയിലുള്ള ഹീറ്റ് സിങ്ക് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അതായത് ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതിന്റെ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഈ അലുമിനിയം ടൈപ്പ് ഹീറ്റ് സിങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പാനൽ ബോർഡിലൊക്കെ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിംഗിൾ ആയിട്ട് ഫിറ്റ് ചെയ്തതിനു ശേഷം കറക്റ്റ് ആയിട്ട് പാനൽ ബോർഡിൽ ഇതിൽ സ്ക്രൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SSR ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഹീറ്റിൽ നിന്ന്. അതുപോലെ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ ഒരുപാട് SSR നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റ ഒരു അലുമിനിയം ഹീറ്റ് സിങ്കിൽ SSR എല്ലാം കണക്ട് ചെയ്തതിനു ശേഷം ഈ കാണുന്ന രീതിയിൽ സൈഡിൽ ആ ഒരു കൂളിംഗ് ഫാനും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SSRന് നല്ല ലോങ് ലാസ്റ്റ്, അതായത് ഒരുപാട് നാളെ ലൈഫ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഒരു പരിധി വരെ നമുക്ക് ഹീറ്റിൽ നിന്നും ആ SSRനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും വയറിംഗ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് SSR കണക്ട് ചെയ്യുമ്പോൾ ഹീറ്റ് സിങ്ക് മസ്റ്റ് ആയിട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.